Download now. CC Learning app. പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായി സെറ്റ് ചെയ്യുന്ന ഗോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കുന്ന ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ പെൺകുട്ടിയുടെയും മനസ്സിൽ ഒരു അധ്യാപികയാകാനുള്ള ഒരു സ്വപ്നം ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ മാത്രമല്ല, മുൻകാലങ്ങളിലെ പെൺകുട്ടികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു അധ്യാപിക അവരുടെ മനസ്സിൽ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നൊരു സ്വപ്നമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അതിനൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. നിങ്ങളിൽ എത്ര പേർക്ക് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം? ഞാൻ അശ്വതി ജോഷി. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനെ കുറിച്ചാണ്. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി TTC എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് ആയിരുന്നു, അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു തരത്തിലും ആരും അംഗീകരിക്കുന്നതല്ല ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങളിൽ ഒരു വിദ്യാർത്ഥികളും നിങ്ങളിൽ ഒരു പാരൻസും ഇഷ്ടപ്പെടാത്തതാണ് ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ എപ്പോഴും എന്ത് തന്നെയാണ്? ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ് ഇവിടെ രീതി, അല്ലെ? ഒരു കുട്ടിയുടെ സ്കിൽ ഡെവലപ്മെന്റിന് ഏറ്റവും അനുയോജ്യമായ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലെ ഈ ചൈൽഡ് സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോഴ്സാണിത്. പക്ഷേ അവിടെ അധ്യാപകരുടെ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ അധ്യാപകരുടെ കുറവ് ധാരാളമുണ്ട്. ശരിയായ രീതിയിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായ, ആധികാരികമായി ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള അധ്യാപകർ വളരെ കുറവാണ്. അപ്പം നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ ഒരു നല്ലൊരു മാർഗമാണ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്. അബ്രോഡൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കേണ്ടി വരാതിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് പുറത്തിറങ്ങി നിങ്ങളുടേതായ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ? വിദേശ രാജ്യങ്ങളൊക്കെ ഇതിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികളാണ് ഉള്ളത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. ഒരു അധ്യാപികയാകുക എന്നൊരു സ്വപ്നം ചില പെൺകുട്ടികളൊക്കെ ഉണ്ട്. വിവാഹത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ സാധിക്കാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ഒത്തിരി അധികം പേരുണ്ട്. നമുക്കറിയുന്ന ഒത്തിരി അധികം പേരുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ ഇനി എന്ത് ചെയ്യും, അല്ലേ? അപ്പോൾ പുതുതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ആ കുട്ടികളോടൊപ്പം തന്നെ നിങ്ങൾക്കും അധ്യാപകരായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, അല്ലേ? നോക്കൂ, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നത്. സ്റ്റേറ്റ് കൗൺസിൽ അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് 1 ഇയർ കോഴ്സാണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്, ലേണിംഗ് മെറ്റീരിയൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എന്താണ് സ്റ്റെഡ്? പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാകാം, എന്താണ് സ്റ്റെഡ്? അപ്പൊ ഇന്ത്യസ് ലീഡിംഗ് ആൻഡ് ലാർജസ്റ്റ് സർട്ടിഫിക്കേഷൻ ബോഡിയാണിത്. സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് കൗൺസിലാണ് സ്റ്റെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഡ്യൂറേഷൻ 1 ഇയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ലൈവും റെക്കോർഡഡ് സെക്ഷനും ഒക്കെ അവൈലബിൾ ആണ്. സർട്ടിഫിക്കേഷൻ സ്റ്റെഡ് കൗൺസിൽ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ എലിജിബിലിറ്റി ഓപ്പൺ ഫോർ ഓൾ ആസ്പയറിംഗ് എഡ്യൂക്കേറ്റേഴ്സ് പാഷനേറ്റ് അബൌട്ട് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ.
മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th പാസ് ഓർ എബോ. 12th പാസ് തന്നെയല്ല, അതിൽ എബോ ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നോ ഏജ് ലിമിറ്റ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ ഇപ്പൊ +2 പാസ്സായവരുൾപ്പെടെ ഏത് പ്രായത്തിലുള്ളവർക്കും എന്ത് ചെയ്യാം, ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് അല്ലേ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നുണ്ടെങ്കിലും ഈ കോഴ്സ് വളരെ പ്രയോജനപ്രദമാണ് കേട്ടോ. ഇവിടെ നമുക്ക് 6 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ടോട്ടൽ 600 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരിക. യൂണിറ്റ് 1-ൽ ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് പ്രോസസ് ആണ്. കുട്ടികളുടെ സൈക്കോളജി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എഡ്യൂക്കേഷൻ ഇൻ പ്രീ സ്കൂൾ, എഡ്യൂക്കേഷൻ ഇൻ പ്രീ സ്കൂൾ മാനേജ്മെന്റ്. ഇപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് രക്ഷകർത്താക്കളുടെ പാരൻസിന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. മോണ്ടിസോറി എഡ്യൂക്കേഷൻ, അതുപോലെ അപ്പാരറ്റസ് പ്രാക്ടിക്കൽ റെക്കോർഡാണ്, ടീച്ചിങ് പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്. ടോട്ടൽ 600 മാർക്കിനാണ് ഇവിടെ എക്സാം വരിക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇന്ത്യയിലുടനീളം ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് മോണ്ടിസോറി അധ്യാപകരായി ചേരാൻ സാധിക്കും. അപ്പൊ സ്റ്റഡിന്റെ ഈ ഒരു സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ. കയ്യിലൊരു +2 മനസ്സിലൊരു പാഷനും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അധ്യയന വർഷത്തിൽ ഒരു അധ്യാപികയാകാൻ സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? എങ്ങും പോകണ്ട, നമ്മുടെ CCയിൽ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വേഗം ജോയിൻ ചെയ്ത് പഠിച്ചോളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9544455225 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ DMTTCയുടെ മറ്റ് ഡീറ്റെയിൽസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു. Download now CC Learning app.